നമസ്കാരം. സമൂഹത്തിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. രണ്ട് സ്വഭാവ പ്രത്യേകതകളുള്ള ആൾക്കാരുണ്ട്. ഒന്ന് ഡിസ്ട്രക്റ്റീവ് പേഴ്സണാലിറ്റീസും, രണ്ട് കൺസ്ട്രക്റ്റീവ് പേഴ്സണാലിറ്റീസും. ഡിസ്ട്രക്റ്റീവ് പേഴ്സണാലിറ്റീസ് എന്ന് പറഞ്ഞാൽ വിനാശകരമായ സ്വഭാവമുള്ള വ്യക്തിത്വങ്ങൾ, എന്തിനും നാശമുണ്ടാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിത്വങ്ങൾ, എന്തും നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങൾ, അവരവർക്കും മറ്റുള്ളവർക്കും ദോഷം ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ, അവരവരുടെ പ്രവൃത്തി കൊണ്ട് അവർ തന്നെ നശിക്കും. എപ്പോഴും അസൂയ, വിരോധം, പക, വിദ്വേഷം, അകാരണമായ കുറ്റപ്പെടുത്തൽ, നിരുത്സാഹപ്പെടുത്തൽ, ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ. അവരെപ്പോഴും നാശോന്മുഖമായ സംഗതികളെ ചെയ്യും. അവരുടെ ഓരോ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വന്നാൽ അവർക്കും അത് ദോഷമാകും. ഒരു വ്യക്തിയെപ്പറ്റിയും ഈ ഡിസ്ട്രക്റ്റീവ് പേഴ്സണാലിറ്റീസ്, അതായത് വിനാശകരമായ സ്വഭാവമുള്ള വ്യക്തി, ഒരു വ്യക്തിയെപ്പറ്റിയും നല്ലത് പറയത്തില്ല. അവർ പരമാവധി ചിലപ്പോൾ ഇന്ന് പറയുന്നത് ഒരാളെ പറ്റി ചോദിച്ചാൽ കുഴപ്പമില്ല ഇങ്ങനെ പറയുന്നവർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കുഴപ്പമില്ല എന്ന് പറയുന്നതിലും ഒരു മോശമുണ്ട്. അതാണ് ഡിസ്ട്രക്റ്റീവ് പേഴ്സണാലിറ്റീസ്. അവരെപ്പറ്റി പറയാൻ ഒത്തിരിയുണ്ട്. എപ്പോഴും നമ്മളൊരു കാര്യം ചോദിച്ചാൽ എപ്പോഴും നെഗറ്റീവായിട്ട് അവർ സംസാരിക്കും. എപ്പോഴും അവർ എന്തിൻ്റെയും ന്യൂനത കാണും. ഇപ്പം നമ്മളെ ഒന്ന് കാണുക, എവിടെയെങ്കിലും വെച്ച് കാണുക, മനു എന്തുകൊണ്ട് അങ്ങ് കഷണ്ടി ആയല്ലോ, വയസ്സായല്ലോ, പ്രായമായി, നരയൊക്കെ ആയല്ലോ, ഇപ്പം പ്രാക്ടീസ് ഒന്നും ഇല്ലയോ, ഇപ്പം ജിമ്മിലൊന്നും പോകുന്നില്ലയോ, എങ്ങനെയുണ്ട് ജീവിതം, അച്ഛൻ കിടപ്പാന്നോ, അമ്മ ഉണ്ടോ? ഇത്തരത്തിൽ പെട്ടെന്ന് ഇവരെ മനസ്സിലാക്കാം. അവരെല്ലാം നെഗറ്റീവേ ചോദിക്കൂ, നെഗറ്റീവേ കാണൂ. നമ്മൾ ഓരോ വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ നല്ല ഒരു ഗുണവും അവർ കാണത്തില്ല. എപ്പോഴും നെഗറ്റീവായിട്ടുള്ള വശം മാത്രമേ അവർ കാണൂ. എന്ത് നമുക്കില്ല, എന്ത് കുറവ് നമുക്കുണ്ട് എന്നവർ കൃത്യമായി കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയുള്ളവരെ വളരെ സൂക്ഷിക്കണം. അങ്ങനെയുള്ളവരെ നമുക്ക് ദോഷമുണ്ടാക്കും. അങ്ങനെയുള്ളവരുടെ സാമീപ്യം പോലും നമുക്ക് ദോഷമുണ്ടാക്കും. നമ്മൾ മാറി നിൽക്കണം. അവരോട് സംസാരിക്കുക പോലും ചെയ്യരുത്. കാരണം അവര് ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള സർവ്വസന്നാഹവും അവരുടെ മനസ്സിലുണ്ട്. ഈ സ്വഭാവം വെറുതെ ഉണ്ടാകുന്നതല്ല, ഇത് ജന്മനാ ഉള്ളതാണ്. ഒരിക്കലും അത് അവർക്ക് മാറ്റാൻ പറ്റത്തില്ല. അവരെപ്പോഴും ഒരു ന്യൂനതയെ കാണും, അവരുടെ കണ്ണിലതേ കാണും. എത്ര അറിവുള്ള മനുഷ്യരാണെങ്കിലും ഇത്തരത്തിലുള്ളവർ അവർ ന്യൂനതയെ കാണും. അവരുടെ അറിവ് പോലും, അവർ വായിച്ചുള്ള അറിവ് പോലും നെഗറ്റീവ് സൈഡ് കണ്ടെത്താനുള്ള അറിവായിരിക്കും. ഒരു കാര്യത്തെപ്പറ്റി അവർ പഠിക്കുന്നത് അതിൻ്റെ എന്തോ ഉൾക്കൊണ്ട് മോശം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും. ചിലപ്പോൾ വലിയ അറിവും വായനയുള്ള ആൾക്കാരായിരിക്കും. അവർ നമ്മളോടൊപ്പം സംസാരിക്കുമ്പോൾ, ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ, അത് ഞാൻ എന്നെ പുസ്തകത്തിൽ വെച്ചാൽ അത് ഇന്ന ദോഷങ്ങളുണ്ട്, അതിൻ്റെ ഗുണങ്ങൾ അവർ പറയത്തില്ല. അതാണ് ഡിസ്ട്രക്റ്റീവ് പേഴ്സണാലിറ്റീസ്. പിന്നെ കൺസ്ട്രക്റ്റീവ്, അതായത് നിർമ്മാണപരമായ സ്വഭാവമുള്ളവർ, ക്രിയാത്മകമായ സ്വഭാവമുള്ളവർ, അവർ വളരെ പോസിറ്റീവ് മനുഷ്യരായിരിക്കും. മറ്റുള്ളവരെ അവർ നന്നായി പ്രോത്സാഹിപ്പിക്കും. മറ്റുള്ളവർക്ക് നല്ലത് വരാൻ അവർ ചിന്തിക്കും. അവരെ കൂടെ നിർത്തും. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, സഹായങ്ങൾ ചെയ്യും. പുകഴ്ത്താനും അവർ മടിക്കത്തില്ല, അവർ പുകഴ്ത്തുകയും ചെയ്യും. കൂടെ നിൽക്കുന്നവർക്ക് വളരെ അനുഭാവപൂർവ്വം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവർ പോകെ വളരും, മറ്റുള്ളവരെ വളർത്താൻ ശ്രമിക്കുകയും ചെയ്യും. അവരൊരിക്കലും ഒരു ന്യൂനത വെച്ച് സംസാരിക്കത്തില്ല. ഒരു ന്യൂനത ഉണ്ടെങ്കിലും അത് കവർ ചെയ്ത് അത് ഇന്ന ചെയ്താൽ ഇന്നത് മാറും, അവരൊരു വഴി പറഞ്ഞു തരും. അവരെ കണ്ടാൽ നമുക്കറിയാം അവരുടെ സംസാരം, ഇടപെടിയിൽ ഒക്കെ ആ ഒരു പോസിറ്റീവ് സൈഡായിരിക്കും, പോസിറ്റീവ് രീതിയിലുള്ള ചിന്താഗതിയായിരിക്കും അവരുടെ. അങ്ങനെയുള്ളവരെ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടും. അവരെ പോകെ ഐശ്വര്യത്തിലേക്ക് പോവുകയും ചെയ്യും. അതും ജന്മസ്വഭാവമാണ്, ജന്മപരമായ സ്വഭാവമാണ്. അവരെ ക്രിയാത്മകമായ, നിർമ്മാണപരമായ, പോസിറ്റീവായ ചിന്താഗതിയുള്ളവരാണ് കൺസ്ട്രക്റ്റീവ് പേഴ്സണാലിറ്റീസ്. ഇങ്ങനെ രണ്ട് തരം വ്യക്തികളാണ്. ഒന്നാം തരം ഡിസ്ട്രക്റ്റീവ് പേഴ്സണാലിറ്റീസ്, അവരെ ഒരു കാരണവശാലും അടുപ്പിക്കരുത്, അവരെ അകറ്റി നിർത്തണം. അവരോട് സംസാരിക്കുക പോലും ചെയ്ത്, നോക്കുക പോലും ചെയ്ത്, അവരുടെ നോട്ടം എത്തിയാൽ പോലും നമുക്ക് നാശം ഉണ്ടാവും. അതുപോലെ ഈ ഡിസ്ട്രക്റ്റീവ് പേഴ്സണാലിറ്റീസിൻ്റെ ഒരു സ്വഭാവമുണ്ട്, പ്രാകുക, അല്ലെങ്കിൽ മോശം പറഞ്ഞ് അവൻ നശിച്ചു പോകും, അവൻ നാശത്തിലേക്കാണ്, അവൻ നശിക്കുകയേ ഉള്ളൂ, ഇങ്ങനെ പറയുന്നവരുണ്ട്. അതായത് ഡിസ്ട്രക്റ്റീവ് പേഴ്സണാലിറ്റീസിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ വായിൽ നിന്ന് ഒരു കാരണവശാലും ഒരാൾ നശിക്കും, മുടിയും എന്ന് പറയരുത്. അത് നമ്മൾ ഭൗതികപരമായി നോക്കുമ്പോൾ എന്താണ് കുഴപ്പം എന്ന് ചിന്തിച്ചേക്കാം. പക്ഷേ നമ്മളിലൊരു നെഗറ്റീവ് എനർജി, നമ്മളൊരു മോശം അതിലുണ്ടാകുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ പണ്ടൊക്കെ പ്രാകുന്ന സ്ത്രീകളുണ്ടായിരുന്നു, മുടിഞ്ഞു പോകുന്നത്, അവിടെയൊക്കെ ജീവിതം നാശത്തിലായിരുന്നു. എന്നാൽ നല്ലത് പറഞ്ഞു നോക്ക്, ഒരാളെ പറ്റി നല്ലത് പറഞ്ഞു നോക്ക്. ഇപ്പം നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു ബന്ധു, അല്ലെ നമ്മുടെ കുഴപ്പം ജോലി ചെയ്യുന്ന ഒരു വക്കീല്, മിടുക്കനവൻ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അവൻ മിടുക്കനാണ്. അവനെ മിടുക്കനായിട്ട് തന്നെ പറയണം.
ഇപ്പം വലിയ മിടുക്കില്ലെങ്കിലും മിടുക്കല കൊള്ളാം എന്ന് പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ മണ്ടനാവത്തില്ല. ചില ധാരണ ഒരാൾ മിടുക്കനാണെന്ന് നമ്മൾ പറഞ്ഞു പോയാൽ അവർക്ക് ഗുണം ചെയ്യും, നമുക്ക് ദോഷം ചെയ്യുമെന്ന. അല്ല, ഒരാൾ മിടുക്കനാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ മിടുക്ക് നമുക്ക് അംഗീകരിക്കാൻ ഉള്ള മനസ്സുണ്ട്. നമുക്കും ഒട്ടും പോരാത്ത കഴിവുകളുണ്ട്. വേറൊരാളെ മണ്ടനാക്കി മിടുക്കനാവാൻ നോക്കരുത്. നമ്മൾ വളർന്ന് മറ്റൊരാളുടെ മുകളിലേക്ക് എത്തണം. എല്ലാവരെയും താഴ്ത്തി അവിടെ വലിയൊരാളാവാൻ നോക്കരുത്. അപ്പോൾ ഇതാണ് ഡിസ്ട്രക്റ്റീവ് പേഴ്സണാലിറ്റിയും കൺസ്ട്രക്റ്റീവ് പേഴ്സണാലിറ്റിയും. ഇങ്ങനെയുള്ള മനുഷ്യർ സമൂഹത്തുണ്ട്. ഇവർ രണ്ടു കൂട്ടരും ജന്മനാ ഉള്ളവരാണ്. ജന്മസിദ്ധമായ സ്വഭാവം ഇങ്ങനെയുള്ളവരാണ്. അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട്, അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യം കൊണ്ട്, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ കൊണ്ട്. ചിലപ്പോൾ ചിലരൊക്കെ ഉണ്ട് അപകർഷത വന്ന് ജീവിതം മടുത്ത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് മറ്റുള്ളവരെല്ലാം വളർന്നു പോകുന്നു, താൻ മാത്രം താഴെ കിടക്കുന്നു. അങ്ങനെയുള്ള അപകർഷത വന്ന് മറ്റുള്ളവരോട് കടുത്ത വിരോധം വരുന്നവരുണ്ട്. അത് അവർക്ക് വന്നു പോകുന്നതാണ്. നമുക്ക് നല്ല ഐശ്വര്യമുണ്ട്, നല്ല സന്തോഷമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നല്ല കുടുംബജീവിതമുണ്ട്, നല്ല സാമൂഹിക ജീവിതമുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മറ്റൊരാൾ വളരുന്നതിൽ നമുക്ക് സന്തോഷമേ കാണുകയുള്ളൂ. നശിച്ചു പോകുന്ന ആൾക്കാരുടെ അപകർഷത കൊണ്ട് അവർ ചിലപ്പോൾ ചില സാഹചര്യത്തിൽ ഇങ്ങനെയുള്ളവർ ഈ ഡിസ്ട്രക്റ്റീവ് പേഴ്സണാലിറ്റീസ് ആയിട്ട് ഉണ്ടായി വരുന്നുണ്ട്. പാരമ്പര്യമോ ജന്മസിദ്ധമായ സ്വഭാവമോ അല്ലാതെ പിന്നെ ജന്മസിദ്ധമായ സ്വഭാവമുള്ളവർ അങ്ങനെ തന്നെ പ്രവർത്തിക്കും. ഒരിക്കലും മാറ്റാനും പറ്റത്തില്ല. അപ്പോൾ നന്ദി, നമസ്കാരം.